അഞ്ചി നമ്മളെവിടെ പോണേണ്? ചാച്ചനെ കാണാൻ പോണേടാ. ആഹാ. ഇത്തവണ ബിനോയ് നാട്ടിലെത്തിയത് മുതൽ ആഞ്ചലിനക്ക് ബിനോയെ മാത്രം മതി, അവളുടെ ചാച്ചയെ. ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. സോ അവൻ നാട്ടിൽ വന്നത് മുതൽ തിരിച്ചു പോകും വരെയുള്ള കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് കോട്ടിയിണക്കി ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ. ലെറ്റ്സ് സീ. ഇത്തവണ 2 മാസത്തോളം അവൻ നാട്ടിലുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവനെ പരമാവധി ഹാപ്പി ആക്കുക എന്തായിരുന്നു നമ്മുടെ എല്ലാം വിഷയം. ഒരുമിച്ചുള്ള ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ്, ഒരു ഫാമിലി ട്രിപ്പ്, പിന്നെ ഫ്രണ്ട്സുമായി ഒരു 1 ഡേ ട്രിപ്പ്, കസിൻ്റെ കല്യാണം, പള്ളിപ്പെരുന്നാൾ, അങ്ങനെ പലതും ഇപ്രാവശ്യത്തെ അവൻ്റെ ലീവിന് അവൻ ആഘോഷിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവൻ മടങ്ങി പോകുമ്പോൾ ഒരു പിടി നല്ല ഓർമ്മകളുമായി സന്തോഷത്തോടെയാണ് അവൻ്റെ യാത്ര. എന്നാലും വേർപാടുകൾ എന്നും വേദനയാണ്. ഇന്നിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഏറെയാണ് അവൻ്റെ യാത്ര. അവൻ യാത്ര തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും ഒരുപാട് ദൂരം അവൻ സഞ്ചരിക്കാനുണ്ട്. ആ ഒരു യാത്രക്കിടയിൽ ഈ പിറന്നാളിൻ്റെ അകലം നമുക്കങ്ങ് മറക്കാം. ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു പോയാലും എൻ്റെ ഫസ്റ്റ് ബേബി എന്നും അത് നീ തന്നെയാണ്. അടുത്ത അവധിക്കാലം വരെ ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് അവൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് മടങ്ങിയത്. പിന്നെ അകലങ്ങൾ നൽകുന്ന വേദന അതെന്നും ബുദ്ധിമുട്ടാണ്. പക്ഷേ കണ്ണുകൊണ്ട് നമ്മൾ എത്ര അകന്നിരുന്നാലും ഉള്ളുകൊണ്ട് നമ്മൾ എന്നും അടുത്താണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയന്, എൻ്റെ കുഞ്ഞന്, എൻ്റെ മോളുടെ ചാച്ചയ്ക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇന്ന് മുതൽ ഞങ്ങളുടെ കാത്തിരിപ്പും കൗണ്ട് ഡൗണും തുടങ്ങിയാണ്. അടുത്ത ലീവിന് നീ നാട്ടിൽ എത്തും വരെയുള്ള ദിവസങ്ങൾ എണ്ണിക്കൊണ്ട്. സോ എഗെയിൻ എൻ്റെ അനിയന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഐ വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ. അപ്പോൾ അധികം നീട്ടി വലിച്ച് ഞാൻ ഈ കഥാപ്രസംഗം ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെടുത്ത കുറച്ച് നല്ല മൊമെൻറ്റ്സും കൂടെ ആഡ് ചെയ്ത് ഈ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.